നിന്റെ ഡാഡി പിള്ള വിളിച്ചിട്ടുണ്ടായിരുന്നു. പണി അന്വേഷിക്കുന്നത് കൊള്ളാം. ഒടുക്ക എനിക്ക് പണിയുണ്ടാക്കരുത്. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഡാഡി കൊണ്ട് വലിയ ശല്യം. ഇതെന്താ പുതിയ സിസ്റ്റർ? കംപ്ലൈന്റ് ആണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നീ ബാംഗ്ലൂരിന്നാ? യെസ്, ബാംഗ്ലൂർ എറണാകുളം വഴി തിരുവനന്തപുരം. പറ. എറണാകുളത്ത് മീര ചിറ്റയുടെ വീട്ടിലൊന്ന് കയറി. അവിടെ ചിറ്റയുടെ രണ്ടാമത്തെ കൊച്ചിന്റെ 28. മമ്മി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഴയ ചുറ്റിക്കളി. കുഞ്ഞിനെന്താ പേരിട്ടിരിക്കുന്നത്? കാളിദാസൻ. ചുമ്മാ പറഞ്ഞതാ, അഭിഷേകന്നോ മറ്റാ. നീ എത്ര ആളുണ്ടാവും ഇവിടെ? ജോലി കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ തന്നെയല്ലേ. കിട്ടിയില്ലെങ്കിലോ? ജോലി കിട്ടിയില്ലെങ്കി ചുമ്മാ പറഞ്ഞാ. ഇത്രേ ഉള്ളൂടി. ആ റേബാൻ വെച്ച തെണ്ടി എനിക്ക് ഒരു ചാൻസ് കൂടി തന്നിരുന്നെങ്കിൽ. കഴിഞ്ഞ തവണ 3 കുറ്റി പോയി, ഇത്തവണ 1 ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് ഇല്ലേ? ഈ 8 എടുക്കേണ്ട കാര്യമില്ല. ആ ഓഫീസറെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചാ മതി. ഈ ലൈസൻസ് ഒക്കെ ഇങ്ങ് തനിയെ വരും. ഓ, നല്ല പ്രായത്തിൽ പറ്റിയില്ല, പിന്നല്ലേ ഇപ്പൊ എന്താ കുഴപ്പം? ചേച്ചിക്കാ പഴയ മിസ് ഇന്ത്യയുടെ ഒരു കട്ടില്ലേ ഇല്ലേ? പഴയെന്ന് വെച്ചാ എത്ര പഴയ? അല്ല അങ്ങനെയല്ല. കേട്ടോടെ മറിയാൻറ്റി, സുന്ദരി ആയിരുന്നു ഞാൻ. 18ാമത്തെ വയസ്സിൽ ആദ്യത്തെ കല്യാണാലോചന വന്നപ്പോ ഒന്നല്ല 2 കണിയന്മാര് കവടി നിർത്തി കട്ടായം പറഞ്ഞു, ചൊവ്വാദോഷക്കാരിയാ, കെട്ടിയവൻ ആ രാത്രി തേക്കില്ലാന്ന്. പിന്നെ പണ്ടേ ഞാനൊരു ഇടുമ്പി ആയിരുന്നല്ലോ. പോരെ ഒരു പെണ്ണിന്റെ ജീവിതം നായമാക്കാൻ. അവസാനം ഒരുത്തൻ വന്നു, ഒടുക്കത്തെ പ്രേമാണെന്നും പറഞ്ഞു. പെണ്ണല്ലേ, ഞാനും പെട്ടു. ചൊവ്വാദോഷ കേസ് പറഞ്ഞപ്പോ അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കണോന്നും പറഞ്ഞു അവനും പോയി. ഇപ്പൊ എന്നെ നോക്കുന്ന കണ്ണുകളിലൊന്നും ഞാൻ പ്രേമം കാണുന്നേയില്ല, കാണാറ് കാമം മാത്രമാണ്. പണ്ട് കൊറേ കാലം ഞാൻ വിചാരിച്ചു ഞാനൊരു പാട്ടുകാരിയാണെന്ന്. പക്ഷെ ആയിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന്. അതും അല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നീ ഫിറ്റായി. ബാബു എത്ര നാളായി ഇവിടെ? 5 years. വീടോ? കൊട്ടാരക്കര. ഇവിടെ എങ്ങനെ എത്തി? ഞാൻ നമ്മുടെ SBIയിലെ മേനോൻ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം. ഓ, പച്ച. എന്നിട്ട് ഈ മേനോൻ സാറിന്റെ മോളെ കാളിദാസൻ സാറ് പെണ്ണ് കാണാൻ വന്നു. ആര്? ഇങ്ങേരോ? നമ്മുടെ കാളിദാസൻ സാറ് തന്നെ. ബാലകൃഷ്ണൻ സാറും ഉണ്ടായിരുന്നു കൂടെ. കാളിദാസന് 2 പെങ്ങന്മാരേ ഉള്ളൂ. അച്ഛൻ പണ്ടേ പോയി. 5 വർഷം മുമ്പ് അമ്മയും. അപ്പോ അമ്മായിമ്മയില്ല, അതാണ് ഹൈലൈറ്റ്. എടുക്കൂ, കഴിക്കൂ. ഉണ്ണിയപ്പം കുട്ടിയുണ്ടാക്കിയോ? അതെ, ഞാനല്ല, കുക്കുണ്ട്. അടുക്കള എവിടെയാ? അവിടെ. ഒരു മിനിറ്റ്.
നമ്മളാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്? അതെ. ഇയാള് കൊട്ടാരക്കരക്കാരനാ? പോരുന്നു എന്റെ കൂടെ. സാറ് ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? പിന്നെ ഈ സാറിനെ ഞാനെങ്കും പെണ്ണ് കാണാൻ വിട്ടിട്ടില്ല. തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നു തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നു ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുല്ലപ്പൂച്ചിരിയോ കൺട്രോൾ. ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നോ തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നോ. എന്താണ് എന്താണ്? ആരത്? അത് നമ്മുടെ ബാബുവിന്റെ അപ്പനാ. ബാബുന്റെ അപ്പനോ? ഇയാളെന്താ ഇവിടെ? അത് പറയാം. നിനക്കെപ്പോഴാ ഇന്റർവ്യൂ? ഓ, ഇന്റർവ്യൂ. മനോ വാടാ ചാവടി. എന്താ പുതിയൊക്കെ കേട്ട്? ഇത് പെർഫ്യൂം, ഇത് മൊബൈൽ ഫോൺ. അച്ഛൻ തന്നുട്ടാണ്. ഏയ് ഇതൊന്നും വേണ്ട, ഇതൊക്കെ വലിയ ശല്യവും. അയ്യോ, ഇത് മാമനുള്ളതായിട്ട് കാണണ്ട. എന്തായാലും ഞാൻ കുറച്ചു നാൾ ഇവിടെ ഉണ്ട്. പരിചയമില്ലാത്ത സിറ്റി. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയാ. എഴുന്നേക്ക്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യ്. ഓ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചാൽ പോയാ മതി. അത് പറ്റില്ല. വാ, ഞാൻ ലേറ്റ് ആവും. നിക്ക്, ഞാൻ ചായ കുടിക്കട്ടെ. എണീക്ക്. ശല്യം. എന്തിനു പോടാ? ചായ വെക്കട്ടെ സാറേ? ഇറങ്ങി പോടാ. എന്താടാ നിന്റെ ഐശ്വര്യം? വന്ന് കയറി പോലീസ് പിടിച്ചു. ഇന്നിപ്പോ 1-ാം തീയതി ആയിട്ടും തെണ്ടിടാം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ മന്ദാകിനെ എവിടെയും കൊണ്ട് കളയും. മന്ദാകിനി? ആ, മന്ദം പോകുന്ന ഈ വണ്ടി മതി. നീ ഓട്ടോയിൽ പോയാ മതി കേട്ടോ. വണ്ടിയെ കുറ്റം പറയുന്നോടാ തെണ്ടി. ഓ, അത് ശരി. അപ്പൊ സോമനോളെ